ഇറാൻ എന്ന രാജ്യം ലോകത്തെ നെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖമേനിയുടെ കബറടക്കം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതുവരെ കണ്ട രൂപത്തിലായിക്കില്ല യുദ്ധമുറകൾ. ഇറാന്റെ അതിശക്തമായ ആക്രമണത്തിലേക്ക് ഇനി പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊടുക്കുക. 2-3 കാര്യങ്ങൾ ഈ വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാം. ഈ കാര്യം ഇറാൻ പറഞ്ഞ കാര്യങ്ങളും ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകണമെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ഖമേനിയുടെ കബറടക്കം കഴിഞ്ഞു. ഇനി ഇതുവരെ എന്താ പറയുക, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയേക്കാൻ എന്താ അറിയോ, ഇറാൻ തിരിച്ചടിച്ചിരുന്നു, 85 ബേസിലേക്ക് തിരിച്ചടിച്ചിരുന്നു. അന്നപ്പോൾ ഈ മനസ്സിലാക്കിയേക്കാൻ എന്താ അറിയോ, ഈ ഇറാൻ്റെ എല്ലാ ആൾക്കാരും തന്നെ എന്താ പറയുക, ഖമേനിൻ്റെ കബറടക്കവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചർച്ചയിലും അവിടുത്തെ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നടക്കാൻ പോകുന്നത് അതിഭയാനകമായ യുദ്ധത്തിലേക്കാണ്, യുദ്ധമുറകിലേക്ക്. ഇതുവരെ കാണാത്ത യുദ്ധമുഖം. ആ രൂപത്തിൽ പറയാനുള്ള കാരണം എന്താ അറിയോ, ഒന്നാമത്തെ കാര്യം ഇറാൻ ശക്തമായി തിരിച്ചടിക്കും, അതിശക്തമായി 1-2 എന്ന രൂപത്തിൽ തിരിച്ചടിക്കും. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, ഈ അറബ് രാജ്യങ്ങൾ, ഈ അറബ് രാജ്യത്തുള്ള ആൾക്കാർ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, എന്തിനാണ് നമുക്ക് ഈ യുദ്ധം, എന്തിനാണ് നമുക്ക് ഈ അമേരിക്ക? കാരണം പറയാനുള്ള കാരണം എന്താ അറിയോ, അമേരിക്ക ഈ രാജ്യത്ത് ഖത്തറാകട്ടെ എല്ലാ അറബ് രാജ്യങ്ങളിലും പോയി നിന്നത് കൊണ്ട് മാത്രമാണ് അവിടെ അവർ സൈനികരും പട്ടാള ക്യാമ്പുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇറാൻ ഈ രാജ്യത്തേക്ക് ആക്രമണം നടത്തുന്നത്. എന്തിനാ ഈ പറയുന്ന നോക്കുത്തിയായിട്ട് ഇറാൻ്റെ മിസൈൽ തകർക്കാനുള്ള ഒരു സംവിധാനം അവരുടെ കയ്യിലില്ല, അമേരിക്ക കഴിയുന്നില്ല. ആ സ്ഥാനത്ത് നമുക്ക് എന്തിനാണ് ഈ അമേരിക്കക്ക് ഇവിടെ എന്താ സ്ഥാനം? അമേരിക്ക കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണ്? നഷ്ടങ്ങളല്ലാതെ എന്ത് ഉപകാരമാണ് ഉള്ളതെന്ന് ചോദ്യമാണ് ഈ അറബ് രാജ്യങ്ങൾ ചോദിക്കുന്നത്. കാലക്രമേണ നിങ്ങൾ മനസ്സിലാക്കാൻ എന്താ അറിയോ, അധികം വൈകാതെ അമേരിക്കയെ ചവിട്ടി പുറത്താക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. പറയാൻ കാരണം അമേരിക്കയെ കൊണ്ട് നഷ്ടങ്ങളല്ല ഒന്നുമില്ല. കാരണം ഈ സൗദി രാജ്യങ്ങളിലുള്ള പകുതിയിൽ 1/4 സാധനം കൊണ്ടൊന്നും അമേരിക്കയാണ് അല്ലേ. എന്താ അവർ പറയുന്നത്, നിങ്ങളെ ഞങ്ങൾ കാത്തോളാം. ഈ പണ്ടത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിനെ പേടിച്ചിട്ടാണ് ഈ അമേരിക്കയെ സഖ്യം കൂടുന്നത്. മനസ്സിലാക്കാൻ എന്താ പറയുക, ജനങ്ങൾക്ക് മനസ്സിലായി അമേരിക്കയും ഇസ്രായേലും ഒറ്റക്കെട്ടാന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുക. എന്താ പറയുക, ഇതുവരെ കാണാത്ത യുദ്ധമുറകളാണ് അമേരിക്ക എടുക്കുന്നത്. എന്താണോ ഇസ്രായേൽ ചെയ്തുകൊണ്ടുവന്നത് അത് ഇപ്പോൾ ഈ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കാൻ പറയുമോ, ഇറാൻ്റെ ആണവ കേന്ദ്രത്തിലേക്കാണ് ഇപ്പം ഒരു മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. ആ വമ്പൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറിയ ആൾനാഷ്ടങ്ങളല്ല. ഈ ആണവായുധം ചോർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ചില്ലറല്ല. ഈ രീതിയിൽ പോകുന്ന സമയത്ത് അമേരിക്ക തിരിച്ചടിക്കുക എന്നുള്ളത് ഇറാൻ്റെ കടമയാണ്. ആ സമയത്ത് ഇറാൻ അടിക്കാൻ ഇങ്ങോട്ടേക്കാ നേരിട്ട് അമേരിക്ക അടിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഇറാൻ ചെയ്യുന്ന കാര്യം എന്താ അറിയോ, അമേരിക്കൻ്റെ ബേസുകൾക്കും അമേരിക്കൻ ടെക്നോളജികൾക്കും മാത്രം അടിക്കും. അത് മറ്റുള്ള ഖത്തർ, സൗദി, GCC രാജ്യങ്ങൾ മൊത്തം ഉള്ളത് അന്ന് തിരിച്ചടിക്കും. ഈ അമേരിക്ക ഇവിടുന്ന് ഒഴിവായിക്കഴിഞ്ഞാൽ, അമേരിക്ക പട്ടാൾക്കാർ ഇവിടുന്ന് ഒഴിവായിക്കഴിഞ്ഞാൽ ഇറാൻ ഞങ്ങൾ അടിക്കില്ലല്ലോ എന്ന ചിന്തയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം അറിയോ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അറബികൾക്ക് ബുദ്ധി ഉദിച്ചു വരുന്നത്. കാരണം ഇത്രയും കാലം ഒന്നാമത്തെ കാര്യം പ്രശ്നം എന്താ അറിയോ, ഈ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ പറയുക, അഥവാ ഈ അമേരിക്ക എങ്ങാൻ അവിടെ പോവാതിരുന്നു കഴിഞ്ഞാൽ, അമേരിക്കൻ്റെ പട്ടാൾക്കാർ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇറാൻ്റെ ആക്രമണം അതിശക്തമായിരിക്കും. പിടിച്ചു നിർത്താൻ കഴിയില്ല. കാരണം അതിഭയാനകമായി തിരിച്ചടിക്കും ഇറാൻ. ഒരു സംശയം വേണ്ട, 1-2 തടടിക്കും. ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. ഇനി വരുന്ന മണിക്കൂർ മനസ്സിലാക്കാൻ എന്താ അറിയോ, ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ ശരിക്കും പറഞ്ഞാൽ ഇറാൻ തിരിച്ചടിക്കും. കാരണം ഇറാൻ ഇപ്പോഴാണ് യുദ്ധമുഖത്തിലേക്ക് ഇറങ്ങിയത്. കുറച്ച് ദിവസമായിട്ട് ഇറാൻ എന്താ പറയുക, ഖമേനിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിങ്ങാൻ അവിടെ പരിപാടിയിലായിരുന്നു. ഇപ്പം ആ പരിപാടി കഴിഞ്ഞു. ഇപ്പം എന്താ അറിയോ, അവിടെ മീറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ച് ട്രംപിനെ ഇല്ലാതാക്കുക, അമേരിക്കൻ ഫുൾ നശിപ്പിച്ച് കളയുക. ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഫുൾ അമേരിക്കൻ കേന്ദ്രങ്ങൾ മൊത്തം അടിച്ച് പൊളിച്ച് കളയുക എന്നുള്ള പ്രതിജ്ഞ എടുത്തവരവർ. ട്രംപിനെ ഇല്ലാതാക്കാനുള്ള പ്രതിജ്ഞ എടുത്തവരാണ് ഇവർ. ഈ രൂപത്തിൽ പോകുന്ന സമയത്ത് സംഭവിക്കാൻ എന്താ അറിയോ, അറബ് രാജ്യങ്ങൾ അമേരിക്കനൊപ്പം നിൽക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ നശിക്കും, ഒരു സംശയമില്ല. ആ ബോധപ്പോൾ അറബികൾക്കും സാധാരണക്കാർക്കും ബാക്കിയുള്ള ആൾക്ക് ബന്ധമുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മതി. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് താങ്ക് യു വെരി മച്ച്.